രൂപയായി. വയനാട് ദുരന്തം ആഘോഷങ്ങളുടെ മാറ്റു കുറച്ചിട്ടുണ്ടെങ്കിലും ഓണക്കോടി വാങ്ങാനും മറ്റുമായി വിപണികളിൽ വൻ തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഓണത്തിരക്ക് അവസാനിക്കുന്നില്ല. ഉത്രാട പാച്ചില് അത് പേരെല്ലാം തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് നമ്മൾ രാവിലെ മുതൽ കാണുന്ന തിരക്കാണ്. അത് രാത്രിയിലേക്കും തുടരുന്നു എന്നതാണ്. രാവിലെ സദ്യവട്ടങ്ങൾ വാങ്ങാനുള്ള ഒരു തിരക്കായിരുന്നു എവിടെയും കണ്ടിരുന്നത്. പച്ചക്കറി വിപണിയിലടക്കം വലിയ രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം അത് മാറുന്നു എന്നതാണ്. ഉച്ചയോടുകൂടി അത് വസ്ത്ര വിപണിയിലേക്കടക്കം തിരക്കിലേക്ക് മാറുന്നു. നമ്മൾ കാണുന്നത് എറണാകുളം ബ്രോഡ്വേയിലെ ഈ ദൃശ്യങ്ങളാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഈ വസ്ത്ര വ്യാപാര വിപണികളിലെല്ലാം ചെറുതും വലുതുമെന്ന് പറയാനില്ലാത്ത വിധം എല്ലായിടത്തും തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ ഈ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? കുഴപ്പമില്ല, വില കുറവോ? വില കുറവാണ്. പക്ഷെ അല്ല വേറെ ഉണ്ട്, നമുക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഓണം നല്ല ഇതേക്ക് കൂടിയാണ് ജീവിക്കുന്നത്. നമ്മൾ പണി പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വേറെ പറ്റൂല. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? തമ്പരാൻ സഹായിച്ച് വേറൊന്നുമില്ല. നമ്മളെ വീട്ടിലേക്ക് നമ്മളെ മക്കളും വേണ്ട സാധനം. സാധനം ഞാൻ വില കുറച്ച് വാങ്ങിച്ചു. ഇവര് വേണമെങ്കിൽ പകുതി വിലക്ക് കൊടുക്കണമല്ലോ. ആശ്വാസമാണോന്ന് വെച്ചാണ്. അതെ അതെ അതെ. എന്തായാലും വിലക്കുറവ് എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. കാരണം ഇതുപോലുള്ള ഒരു വിപണികൾ വലിയൊരു പരിധിവരെയെങ്കിലും സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാകുന്നുണ്ട്. കാരണം വലിയ കടകളിലേക്ക് കയറുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഈ തെരുവുകളിൽ നിന്ന് അവർക്ക് ഉതകുന്ന രീതിയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നവർ എല്ലായിടത്തും ഒരുപോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയം ബ്രോഡ്വേയും പരിസരത്തും ഇതിലേക്ക് വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് അടക്കം തന്നെയാണ് ഈ തിരക്കെല്ലാം തന്നെ കാണുന്നത്. എല്ലായിടത്തും വിലക്കുറവിന്റെ ഒരു മഹോത്സവം എന്നെല്ലാം തന്നെ പറഞ്ഞാണ് അവരെ ആളുകളെല്ലാം തന്നെ വിളിച്ചു കയറ്റുന്നത്. പക്ഷെ പറയുന്ന വലിയ വിലയിലേക്ക് സാധനങ്ങൾ വന്നിട്ടില്ല എന്നതൊരു ആശ്വാസമായിട്ട് തന്നെ പലരും പറയുന്നു. സാധനങ്ങൾ വാങ്ങി അവസാനം വീടുകളിലേക്ക് മടങ്ങുന്നവർ ആ രീതിയിലാണ്. ഓണത്തിന് പർച്ചേസ് ഇറങ്ങിയാണോ? എന്തൊക്കെ വാങ്ങിച്ചു? ഒന്നും മനസ്സില്ല, ഇറങ്ങിയുള്ളൂ. ഇവിടെയാണോ ഒരു വിലക്കുറവ് തോന്നുന്നത്? ഞങ്ങളെല്ലാ പ്രാവശ്യം ഇവിടെ വാങ്ങിക്കണം. ഇവിടെ വരുമ്പോ നമുക്കൊരു വില കുറവിന്റെ ഒരു ആശ്വാസമാണ്. അങ്ങനെ ഒരു വിലക്കുറവിന്റെ ഒരു ആശ്വാസം എല്ലാവരിലും തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രോഡ്വേയും പരിസരത്തും എല്ലാം തന്നെ ഇതേപോലെ ആളുകളെ കൊണ്ട് നിറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഈ കാണം വിട്ടും ഓണമുണ്ണണം എന്നെല്ലാം ആലങ്കാരികമായി അത് ഒരു പറച്ചിലുണ്ട്. എങ്കിൽ പോലും അത് ആ പറച്ചിലിനപ്പുറം ആളുകൾ അത് ആഘോഷമാക്കി തന്നെ ഓരോ ഉത്സവകാലം. ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ കാണം വിറ്റും ഓണം ഉണ്ണുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് ഏറെ വൈകിയും വിപണികളിൽ ഇപ്പോഴും തിരക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്.